LDF അവണിശ്ശേരി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടന്നു. ആനക്കല് സെന്ററിലായിരുന്നു റാലിയും പൊതുസമ്മേളനവും. ഞായറാഴ്ച വൈകിട്ട് ആനക്കല്ലിൽ നിന്ന് തിരഞ്ഞെടുപ്പ് റാലിക്ക് തുടക്കമായി. സ്ഥാനാർത്ഥി ഗീതാ ഗോപിക്കൊപ്പം ആവേശകരമായ മുദ്രാവാക്യം വിളികളോടെ നിരവധി പ്രവർത്തകരും തിരഞ്ഞെടുപ്പ് റാലിയിൽ അണിനിരന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേന്ദ്രത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ട്, BJP പല ബഡ്ജറ്റുകളായി അവതരിപ്പിക്കുന്നു. ആ ബഡ്ജറ്റ് സൂക്ഷ്മമായി പരിശോധിച്ചാൽ എല്ലാ വർഷവും ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആരോഗ്യ മേഖലയിൽ ഫണ്ട് വെട്ടിച്ചുരുക്കുക. ഈ പറയുന്നതിൻ്റെ അർത്ഥം ഇനിമേൽ സൗജന്യ ചികിത്സ ഇല്ല. സൗജന്യ ചികിത്സ ഇല്ല എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് ജനകീയാണോ ജനവിരുദ്ധാണോ? ജനവിരുദ്ധമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം മനുഷ്യന് കയ്യിൽ പണമില്ലാത്തവൻ ചികിത്സിക്കണ്ട, അവൻ വീട്ടിൽ കിടന്ന് മരിച്ചോളൂ എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. നേർബദൽ കേരളത്തില് എല്ലാവർക്കും സൗജന്യ ചികിത്സ പ്രഖ്യാപിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. സൗജന്യ ചികിത്സ കൊടുക്കുന്ന ഗവൺമെന്റും ശരി, സൗജന്യ ചികിത്സ ഇനിമേൽ തരില്ല എന്ന് പറയുന്നവര് ശരി. ഇതിലേതാ ശരി? ഒന്ന് ജനവിരുദ്ധാണ്. എനിക്കൊരു വയറുവേദന വന്നാൽ 10,000 രൂപ പോക്കറ്റിലുണ്ടെങ്കിൽ ചികിത്സിച്ചോളൂ, അല്ലെങ്കിൽ വീട്ടിൽ കിടന്ന് പെടഞ്ഞു മരിച്ചോളൂ എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ദുഷ്ട ഗവൺമെന്റ് ആണെന്ന് വിലയിരുത്താൻ ആർക്കാ ബുദ്ധിമുട്ട്? ഒരൊറ്റ പൈസ കയ്യിലില്ലെങ്കിലും സൗജന്യമായ ചികിത്സ കൊടുക്കും കേരളത്തിലെ ഗവൺമെന്റ്. ഇതാണ് ജനകീയ ഗവൺമെന്റ്. LDF നേതാക്കളായ AS ദിനകരൻ, KK ജോബി, സെബി ജോസഫ്, CV സുധീരൻ തുടങ്ങിയവർ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. അത്രമാത്രം സമാനതകളില്ലാത്ത മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഈ സർക്കാർ ജനങ്ങളുടെ സമസ്ത ജീവിതത്തിനും സാമൂഹ്യ ജീവിതത്തിലും നമ്മളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച സർക്കാർ. 35 വയസ്സിന് മുകളിൽ തൊഴിലില്ലാത്ത സ്ത്രീകൾക്ക് 1000 രൂപ നൽകി സംരക്ഷിച്ച സർക്കാർ. സാമൂഹ്യ പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിച്ച സർക്കാർ. ഇപ്പോൾ വിഷുദിനം, സംക്രാന്തി, ഈസ്റ്റർ ഇതെല്ലാം കണക്കൂട്ടി നോക്കുമ്പോൾ 2 മാസത്തെ പെൻഷൻ ഒറ്റ തവണയിൽ 4000 രൂപ കൊടുത്ത സർക്കാർ. കോവിഡിലും പേമാരിയിലും പ്രളയത്തിലും നമ്മളെ ചേർത്ത് നിർത്തിയ സർക്കാർ. ഒരു നവകേരള സൃഷ്ടിക്കായി കേരളത്തിൻ്റെ സമാനതകളില്ലാത്ത മാറ്റങ്ങൾക്ക് ഈ സർക്കാർ ഈ ജനതയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ സർക്കാരിൻ്റെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. ഒരു പോറൽ പോലും ഇല്ലാതെ, ഒരു ഗട്ടർ പോലും ഇല്ലാതെ നമ്മൾ ഇപ്പോഴും നമ്മുടെ റോഡിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ആനക്കൽ സെന്ററിലെ ഹൈമാസ്ലേറ്റ്. നമുക്കറിയാം, പല നേതാക്കന്മാരും പല രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളൊക്കെ വിവിധ പ്രദേശങ്ങളിൽ ചെറിയ ചെറിയ മിനിമാസ്റ്റുകളും ഹൈമാസ്ലേറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു 6 മാസമോ 1 വർഷമോ കഴിയുമ്പോൾ അത് കത്താത്ത രീതിയിലേക്ക് മാറും. പക്ഷേ നമ്മുടെ ഹൈമാസ്ലേറ്റിനും ഏകദേശം 5 വർഷത്തോളം പ്രായമുണ്ട്. ആനക്കൽ സെന്ററിൽ ഇപ്പോഴും ആ ഹൈമാസ്ലേറ്റ് വളരെ നല്ല രീതിയിൽ വെളിച്ചം പകർന്നു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. അങ്ങനെ അവണിശ്ശേരിയിലെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ റോഡുകൾ, വിവിധ കാനകൾ, വിവിധ ഹൈമാസ്ലേറ്റുകൾ തുടങ്ങി. എന്തിനേറെ പറയുന്നു, അവണിശ്ശേരിയിലെ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയ നമ്മുടെ പഴയ PHC ഉൾപ്പെടെ വലിയ മാറ്റങ്ങളാണ് ഗീതാ ഗോപിയുടെ കഴിഞ്ഞ 10 വർഷം MLA ആയിരുന്ന സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമായത്.